നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. കുംഭം രാശിക്ക് ഗുണാധിക്യമാണ്, അത്യധികം ഗുണാധിക്യമാണ് കാണുന്നത് ഡിസംബർ 20-21 തീയതികളിൽ. കുംഭം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അവിട്ടം അവസാനം 2 പാദം, ചതയം, പൂരുരുട്ടാതി ആദ്യം 3 പാദം. കുംഭം രാശിക്ക് ഡിസംബർ 20-21 തീയതികളിൽ അത്യധികം നേട്ടമുള്ള ദിവസങ്ങളാണ്. അതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ഡിസംബർ 19 രാത്രി 10:51 PM മുതൽ ഡിസംബർ 22 രാവിലെ 10:06 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. അപ്പോൾ ഇവർക്ക് കുംഭം രാശിക്ക് ഇപ്പോൾ നല്ല കാലത്തിൻ്റെ ഒരു കാലഘട്ടം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് ഇവിടെ ഞങ്ങൾ പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായിട്ട് 2 ഗ്രഹങ്ങൾ മാത്രമേ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമുള്ളൂ. ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് 6 ഗ്രഹങ്ങളും നിൽപ്പുണ്ട്. അപ്പോൾ ഈ ധനുമാസം മുഴുവൻ ഇവർക്ക് സൂര്യൻ അനുകൂലമാണ്. അതായത് തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം സൂര്യൻ അനുകൂലമാകുമ്പോൾ ഏറ്റവും മിനിമം ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് നേട്ടങ്ങൾ. അതുകൂടാതെ ഇവിടെ ചൊവ്വയും സൂര്യനും ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൂടാതെ ചന്ദ്രനും ശുക്രനും ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് പറയുന്നത് പ്രധാനമായിട്ട് ഈ ചൊവ്വയും സൂര്യനും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തൊക്കെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പിതൃസ്വത്ത് ലഭിക്കാം, കുടുംബ സ്വത്ത് ലഭിക്കാം, പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും. അതുകൂടാതെ പൂർവിക സ്വത്ത്, മാതൃസ്വത്ത്, കൂടാതെ മേലധികാരികളുടെ ആനുകൂല്യം, അവർ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ, നമ്മുടെ പ്രവർത്തന മികവ് കണ്ട് അഭിനന്ദിക്കാനും കൂടുതൽ നേട്ടങ്ങൾ തൊഴിൽപരമായിട്ട് നേടാനുമൊക്കെ വ്യാപാരികൾക്കൊക്കെ ലാഭം കൂടും. അപ്പോൾ ഈ പിതൃഗുണം അതാണ് പ്രധാനമായിട്ടും. അതായത് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ് ചൊവ്വ. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ് സൂര്യൻ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് പിതൃസ്വത്ത് ലഭിക്കാം, മാതൃസ്വത്ത് ലഭിക്കാം, പൂർവിക സ്വത്ത് ലഭിക്കാം. ഇത് നേരത്തെ കിട്ടിയവർക്ക് ആ ഒരു സ്വത്തിൽ നിന്ന് കൂടുതൽ ആദായം ഉണ്ടാകും. കൃഷി വഴി മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് വഴി, അതായത് ഭൂമി കച്ചവടം വഴിയോ ഒക്കെ സാധ്യത. അത് മാത്രമല്ല, പിതൃസ്വത്ത് മാത്രമല്ല, പൊതുവെ ഈ വസ്തു കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് അത് നിങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതാകുമ്പോഴും അതിന് അനുകൂലമായിട്ടുള്ള സംഭവം നടക്കും. അതായത് ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. ചൊവ്വയും സൂര്യനും ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ, അതുകൂടാതെ ചന്ദ്രനും ശുക്രനും ഒക്കെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ രംഗത്തും, കൂടാതെ 5ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. അപ്പോൾ 5ാം ഭാവത്തിൽ വ്യാഴം അനുകൂലമായിട്ട് വരുമ്പോൾ പ്രധാനമായിട്ടും പ്രണയബന്ധങ്ങളിൽ അനുകൂലമായിട്ടുള്ള സംഭവം ഉണ്ടാവും. പിന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവക്കൾക്ക് നേട്ടമുണ്ടാവും. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും ദമ്പതികൾക്ക് നേട്ടമുണ്ടാവും. കുട്ടികളില്ലാതിരിക്കുന്ന ദമ്പതികൾക്ക് ഒരു സന്താന ഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നു. ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇവ 3ഉം അനുകൂലമായിട്ട് വരുമ്പോൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടും. ഭൗതിക സുഖങ്ങൾ, അതുപോലെ ദൈവാധീനം വർദ്ധിക്കുന്നു. അതുകൂടാതെ അഭൂതപൂർവമായ ധനവരവ്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം ഉണ്ടാകുന്നതാണ്.
അതുമായിട്ട് ടച്ച് ചെയ്ത് നമുക്ക് പറയാം, ഈ ചന്ദ്രനും ശുക്രനും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായതുകൊണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരും. പിന്നെ തീർച്ചയായിട്ടും ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വീട്, വാഹനം, ആഭരണം, ആഹാരം, പിന്നെ ശയനസുഖം, അങ്ങനെ നിരവധി നേട്ടങ്ങൾ, വസ്ത്ര ലാഭം, അതൊക്കെ ലഭിക്കും. കൂടാതെ തീർച്ചയായിട്ടും ധനവരവ് വിവിധ സ്രോതസ്സിൽ നിന്നുണ്ടാവും. പിന്നെ ബൗദ്ധിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ കുംഭൻ രാശിക്ക് അടിപൊളി ദിവസങ്ങളാണ്. പിന്നെ ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും, പിന്നെ ശിവക്ഷേത്രമാകുമ്പോൾ അവിടെ മിക്കവാറും ഈ സർപ്പപ്രതിഷ്ഠ കാണും. അപ്പോൾ ശിവപ്രതിഷ്ഠയുള്ള, പറ്റുമെങ്കിൽ ശിവപാർവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക എല്ലാ ദിവസവും. അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അപ്പോൾ ഗുണവർദ്ധനവ് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ പറയുന്ന ഈ വസ്ത്രങ്ങളുടെ നിറം, ഭാഗ്യ നിറമൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ അത് അനുസരിച്ച് നമ്മൾ ഭാഗ്യം കൊണ്ടുവരുന്ന നിറങ്ങൾ ഓരോ ആഴ്ചയിലും ഓരോ ദിവസവും ഓരോ കളറാണ്. അപ്പോൾ അത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൊതുവെ ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന ദിവസങ്ങളാണ് ഡിസംബർ 20, 21 തീയതികളിൽ. കുംഭൻ രാശിക്കാർക്ക് മാത്രമല്ല, ഈ വീഡിയോ കണ്ട വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.